ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2016 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ബ്ലെയർ വിച്ച്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ബ്ലെയർ വിച്ച് സീരീസിലെ ഫൈനൽ പാർട്ട് കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ കഥാനായകൻ ജെയിംസിനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഈ ജെയിംസ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന ഹെദറിന്റെ കുഞ്ഞനിയനാണ്. 1994 ഹെദറിനെ ആ കാടിനുള്ളിൽ വെച്ച് കാണാതാവുമ്പോ ജെയിംസിന് 4 വയസ്സും ഹെദറിന് 16 വയസ്സുമായിരുന്നു. അവൻ ഇപ്പോഴും തന്റെ ചേച്ചിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോ ഈ ഇടയ്ക്കാണ് ജെയിംസ് യൂട്യൂബില് ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നത്. ബർക്കസ്റ്റ്വില്ലിലെ കാടിനുള്ളിൽ നിന്ന് കിട്ടിയ ഫൂട്ടേജ് ആണെന്നും പറഞ്ഞ് ലെയ്ൻ എന്നൊരു യൂട്യൂബർ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയില് ഹെദറും മൈക്കിളും കാടിനുള്ളിൽ കണ്ടെത്തിയ ആ വീട് കാണാം. പിന്നെ ആ വീടിനകത്തുള്ള കണ്ണാടിയിലെ ഒരു പെൺകുട്ടിയെ കാണാം. അത് ചിലപ്പോ ഹെദർ ആയിരിക്കാം എന്നാണ് ജെയിംസ് പറയുന്നത്. ഉറപ്പില്ല. തന്റെ സഹോദരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ജെയിംസിന്റെ ഒരേ ഒരു പ്രതീക്ഷ. ഹെദറിനെയും ഫ്രണ്ട്സിനെയും കാണാതായി. പിന്നീട് പോലീസും റെസ്ക്യൂ ടീമും ആ കാട് മുഴുവനും തെരഞ്ഞു നോക്കിയെങ്കിലും ആ കാടിനകത്ത് അങ്ങനൊരു വീടേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം റസ്റ്റിന്റെ വീട് 1941 ആളുകള് തല്ലി തകർത്ത് കത്തിച്ചു കളഞ്ഞതാണ്. ഇപ്പോ ജെയിംസ് കരുതുന്നത് പോലീസ് ആ കാട് മുഴുവൻ തെരഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ വീട് കണ്ടെത്താൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് ജെയിംസ് തന്റെ സഹോദരിയെ തെരഞ്ഞ് ആ കാട്ടിലേക്ക് പോവാണ്. ഒപ്പം തന്നെ അവന്റെ 3 സുഹൃത്തുക്കളുണ്ട്. ഇതാണ് നമ്മുടെ കഥാനായിക ലിസ. പിന്നെ മറ്റു 2 സുഹൃത്തുക്കള് പീറ്റർ, ആഷ്ലി. നമ്മുടെ ലിസയ്ക്ക് ഹെദറിനെ പോലെ തന്നെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാനുള്ള ഭ്രാന്താണ്. ഈ ബ്ലെയർ വിച്ചിനെ കുറിച്ചുള്ള പ്രേത കഥകളൊക്കെ സത്യമാണോന്നൊക്കെ അവള് റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നായിക ജെയിംസിനോടൊപ്പം ഈ ട്രിപ്പിന് പോവാൻ തന്നെ തീരുമാനിച്ചത്. ലിസയ്ക്ക് ആ ബ്ലെയർ വിച്ചിനെ നേരിട്ട് കാണണം. ഇപ്പോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ വെറും മാപ്പിന്റെയോ കോമ്പസിന്റെയോ സഹായത്തോടെയല്ല അവർ ആ കാട്ടിലേക്ക് പോകുന്നത്. വഴി തെറ്റി പോവാതിരിക്കാൻ GPS ഉണ്ട്, വാക്കി ടോക്കി ഉണ്ട്, നൈറ്റ് വിഷൻ ക്യാമറയുണ്ട്, ക്യാമറയുള്ള ഇയർബഡ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോ ജെയിംസ് ഈ ബ്ലെയർ വിച്ച് എന്ന പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറയുന്ന മിത്തോളജി സത്യമാണെന്നൊക്കെ ചോദിക്കുമ്പോ ജെയിംസിന് അതിന് വ്യക്തമായൊരു ഉത്തരവില്ല. കാരണം അവനൊരു പോലീസ് ഓഫീസറാണ്. അറ്റ്ലീസ്റ്റ് തന്റെ സഹോദരിക്ക് എന്ത് പറ്റിയെന്ന് കണ്ടെത്തേണ്ടത് തന്റെ കടമയാണ്. താനൊരിക്കലും അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്ന കുറ്റബോധം അവന് പിന്നീട് വേട്ടയാടാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ജെയിംസ് ഇപ്പോ ബർക്കസ്റ്റ്വില്ലിലെ ആ ശപിക്കപ്പെട്ട കാട്ടിലേക്ക് പോകുന്നത്. അടുത്ത ദിവസം തന്നെ ജെയിംസ് തന്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് ബർക്കസ്റ്റ്വില്ലിലെ ലെയ്ൻ എന്നൊരു ചെറുപ്പക്കാരനെ കാണാനായിട്ട് പോയി. കാരണം ലെയ്നും അവന്റെ ഗേൾഫ്രണ്ടും കൂടി കാട്ടിലേക്ക് പോയപ്പോഴാണ് അവർക്കൊരു ടേപ്പ് കിട്ടിയതും അവരത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതും. ജെയിംസിനെയും സുഹൃത്തുക്കളെയും കണ്ടപ്പോ തന്നെ ലെയ്നും അവന്റെ ഗേൾഫ്രണ്ടും ഒത്തിരി എക്സൈറ്റഡ് ആയി. അവരെ മടിച്ച് നായകനോട് ചോദിക്കും, ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നോട്ടെ, ഞങ്ങള് ഒരു തരത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഈ ഒരു കാര്യം കേട്ട് അവര് 4 പേരും ആകെ സ്റ്റക്കായി. അവരോട് എന്ത് പറയണോന്നറിയില്ല. അവര് വെക്കേഷൻ ആഘോഷിക്കാനല്ലല്ലോ കാട്ടിലേക്ക് പോകുന്നത്. 4 പേരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒടുവില് ആ കപ്പിളിനെ കൂടെ കൂട്ടാനായിട്ട് അവര് സമ്മതിക്കുകയാണ്. കാരണം ആ കാടിനുള്ളിൽ നിന്ന് ഫൂട്ടേജ് കണ്ടെത്തിയത് അവരാണ്. മാത്രമല്ല അവര് 2 പേരും ജനിച്ചു വളർന്നത് ബർക്കസ്റ്റ്വില്ലിലാണ്. അതുകൊണ്ട് അവർക്ക് ഈ കാടും പരിസരമൊക്കെ നന്നായിട്ട് അറിയാലോ. അങ്ങനെ 6 പേരും ചേർന്ന് ജെയിംസിന്റെ സഹോദരിയെ തെരഞ്ഞ കാട്ടിലേക്ക് പോവാണ്. അവര് കാറ് പാർക്ക് ചെയ്ത് എല്ലാവർക്കും ഫ്ലാഷ് ലൈറ്റ് കൊടുക്കുന്നു, GPS ചെക്ക് ചെയ്യുന്നു. ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞ് അവർ ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. കൂട്ടത്തില് ഈ പീറ്ററിന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ആദ്യടി എന്നിട്ട് പിന്നെ സംസാരമുള്ളൂ. പുള്ളിക്ക് കുറച്ച് ക്ഷമ കുറവാണ്. ഈ ലെയ്നും ടാലിയും അവരോടൊപ്പം വരുന്നത് പീറ്ററിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ഈ കെട്ട് കഥകളും ബ്ലെയർ വിച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരെ 2 പേരെയും കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പീറ്റർ അവരെ കളിയാക്കാണ്. എന്നാൽ ലെയ്ൻ അതൊന്നും തന്നെ കാര്യാക്കുന്നില്ല. അവന്റെ മുഖത്ത് ഒരു ഭയം നമുക്ക് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് വെറും കെട്ട് കഥകളായിരിക്കാം, പക്ഷേ ഇവിടെ ജനിച്ചു വളർന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇതൊന്നും വെറും കഥകളല്ല, ചരിത്രമാണ്. ഇതൊന്നും ഓർക്കാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ആർക്കും താല്പര്യമില്ല. ലെയ്നും അവന്റെ ഗേൾഫ്രണ്ടും അവരെ 4 പേരെയും ഇടിമിന്നലേറ്റ് കരിഞ്ഞു പോയൊരു മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഈ മരത്തിന്റെ വേരിൽ നിന്നാണ് അവർക്ക് ക്യാമറയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് കളഞ്ഞു കിട്ടിയത്. അവർക്ക് ആ ഫുട്ടേജ് കിട്ടിയത് ഈ കത്തിക്കരിഞ്ഞ മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ്. അവരങ്ങനെ ഒരു അരുവി ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ അരുവിയിലാണ് ആ മന്ത്രവാദിനി ഒരു കുഞ്ഞിനെ മുക്കി കൊലപ്പെടുത്തിയത്. ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി പോലീസിനെ കൊണ്ട് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. അവർ ആ അരുവി ക്രോസ് ചെയ്യുന്ന നേരത്ത് ടാലിയ ഒന്ന് സ്റ്റക്കായി. അവള് കാമുകനോട് ചോദിക്കും, ലെയ്ൻ ഇത് വേണോ, നമുക്ക് തിരിച്ചു പോയാലോ? അതിന് ലെയ്ൻ ഒന്നും തന്നെ പറയുന്നില്ല. എന്തോ കള്ളത്തരം ഉള്ളതുപോലെ മറ്റു 4 പേരെ നോക്കുന്നുണ്ട്. എല്ലാവരും കാലിലെ ഷൂസൊക്കെ അഴിച്ചു മാറ്റി വെള്ളത്തിലൂടെ നടക്കാൻ തുടങ്ങി.
പെട്ടെന്നാണ് പിറകിൽ നിന്ന് ആഷ്ലിയുടെ കരച്ചിൽ കേൾക്കുന്നത്. ആഷ്ലിയുടെ കാലിൽ എന്തോ കുത്തിക്കേറി ഉള്ളംകാലില് നല്ലതുപോലെ മുറിവായി. ഒരുപക്ഷെ ഇതവർക്ക് തിരിച്ചു പോവാനുള്ള റെഡ് ഫ്ലാഗ് ആയിരിക്കാം. ഉടനെ തന്നെ ജെയിംസ് ആ മുറിവിന് ഫസ്റ്റ് എയ്ഡ് വെച്ച് ആ മുറിവൊക്കെ വെച്ചു കെട്ടി കൊടുത്തു. ഇപ്പോ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അവര് അധിക ദൂരമൊന്നും പിന്നീട് നടന്നില്ല. ആ അരുവിക്ക് തൊട്ട് തന്നെ ക്യാമ്പ് ചെയ്യാണ്. ഞാൻ തീ കത്തിക്കാൻ കുറച്ച് വിറകെടുത്തിട്ട് വരാന്നും പറഞ്ഞ് പീറ്റർ തനിയെ കാട്ടിലേക്ക് നടക്കാനായിട്ട് പോയി. ഇവരാണെങ്കിൽ ഒരു ഡ്രോൺ ക്യാമറ മുകളിലേക്ക് പറത്തി ചുറ്റുവട്ടത്ത് ഏതെങ്കിലും വീടുണ്ടോന്ന് തെരയാണ്. അതായത് ആ ഫുട്ടേജില് ഹെദറിനെ കണ്ട വീടാണ് അവർ തെരയുന്നത്. അങ്ങനെ രാത്രിയായി, തീ കത്തിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അവർ ഈ കാടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലെയ്ൻ ഇതുവരെ ആരും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യം പറയുന്നുണ്ട്. അന്ന് എല്ലി കെഡ്വേർഡ് എന്ന വിച്ചിനെ കൊല്ലാനായിട്ട് ഒരു മരത്തിൽ കെട്ടിയിട്ടിരുന്നില്ലേ? അന്ന് ആ വിച്ചിന്റെ കയ്യിലും കാലിലും വലിയ പാറക്കല്ലുകള് കെട്ടി തൂക്കിയിരുന്നു. അതുകൊണ്ട് ആ പ്രേതത്തിന്റെ കൈകാലുകള് നീണ്ട് വളഞ്ഞിരിക്കും. അവളെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു മരിക്കും. ഈ കാടിനകത്ത് ആരെങ്കിലും ആ വിച്ചിനെ നേരിട്ട് കണ്ടാൽ പിന്നെ അവര് ജീവിച്ചിരിക്കില്ല. മിത്തോളജിയിൽ പറയുന്നത് ആ വിച്ചിന്റെ പ്രേതത്തെ നേരിട്ട് കണ്ണുകൊണ്ട് നോക്കരുത്, നമ്മള് അവളെ കണ്ട ഉടനെ തന്നെ മരിക്കും എന്നൊക്കെയാണ് ലെയ്ൻ പറയുന്നത്. ഈ കഥ കേട്ട് നമ്മുടെ പീറ്ററിന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ സ്ഥിരമായിട്ട് കാട്ടിലേക്ക് ഹണ്ടിങ്ങിന് പോകുന്ന ഒരാളാണ്. അതും കുട്ടിക്കാലം മുതലേ. ഇതുവരെ താനൊരു ഭൂതത്തെയോ പ്രേതത്തെയോ കണ്ടിട്ടില്ല. അഥവാ ഇതുപോലെ മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് മനുഷ്യര് തന്നെയാണ്, അല്ലാതെ പ്രേതങ്ങളൊന്നുമല്ല. ഇതേ കാട്ടിൽ തന്നെ ജെയിംസിന്റെ സഹോദരിയെ തെരഞ്ഞ് പോലീസിനോടൊപ്പം പീറ്റർ പലതവണ വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ തിരിച്ചു പോയിട്ടുമുണ്ട്. അതിനെ ലെയ്ൻ പറയും, ശരിയായിരിക്കാം, ഇതൊക്കെ വെറും കെട്ടുകഥകളായിരിക്കാം. പക്ഷേ ഈ വിച്ച് ക്രാഫ്റ്റും മന്ത്രവാദവും നിങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്ത് തങ്ങണം. അതായത് നിങ്ങൾ മനസ്സാൽ ആ സ്ഥലത്ത് ഒരു രാത്രി തങ്ങണം. എന്നാലേ ആ മന്ത്രവാദിനിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ കൊല്ലാനോ കഴിയത്തുള്ളൂ. അങ്ങനെ എല്ലാവരും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോയി. അന്ന് പാതി രാത്രി ആയതും കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ജെയിംസ് പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറന്നു. ആരോ ടെന്റിന് വെളിയിൽ നടക്കുന്നത് പോലെ. മാത്രല്ല കുറെ മനുഷ്യരുടെ കരച്ചിലും കേൾക്കാം. ജെയിംസ് പെട്ടെന്ന് തന്റെ ടോർച്ച് അടിച്ച് മറ്റെല്ലാവരും സേഫ് അല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യും. പെട്ടെന്നാണ് ലിസ പേടിച്ച് നായകന്റെ ടെന്റിനകത്തേക്ക് ഓടി വരുന്നത്. അവന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ലിസ ചോദിക്കും, നീ അത് കേട്ടോ? അതുപോലെ കരടിയായിരുന്നോ? രണ്ടുപേരും മിണ്ടാതെ ഒരല്പനേരം ആ ടെന്റിനകത്തിരുന്നു. പെട്ടെന്ന് ആ വാക്കി ടോക്കി ഓൺ ആയതോ അവര് രണ്ടുപേരും സത്യത്തിൽ പേടിച്ചുപോയി. അത് പീറ്റർ ആയിരുന്നു. ആ ശബ്ദങ്ങൾ കേട്ട് പീറ്ററും അവന്റെ ഗേൾ ഫ്രണ്ടും ടെന്റിനകത്ത് പേടിച്ചിരിക്കുകയാണ്. ഈ നേരത്താണ് ടാലിയ തന്റെ ബോയ് ഫ്രണ്ടിനെ കാണാനില്ലേ എന്നും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ജെയിംസ് ഉടനെ തന്നെ ടെന്റിന് വെളിയിലേക്ക് ഇറങ്ങാതെ ഒച്ചത്തില് ആ ചെറുക്കനെ വിളിച്ചു നോക്കി. അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാണ് ലെയ്നും അവന്റെ ഗേൾ ഫ്രണ്ടും കൂടെ വന്നത്. ഇതിപ്പോ എല്ലാവരും സേഫ് ആയിരിക്കേണ്ടത് ജെയിംസിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം അവനൊരു പോലീസ് ഓഫീസറാണ്. ജെയിംസും ടാലിയും ചേർന്ന് കാണാതായ ലെയ്നെ തെരഞ്ഞ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. അവര് കുറച്ചു മുൻപ് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടത് വളരെ അടുത്തായിരുന്നു. എന്നാൽ ബോയ് ഫ്രണ്ടിനെ ആ കാട്ടിൽ എവിടെയും കാണാനില്ല. പെട്ടെന്നാണ് ലെയ്ൻ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അവന്റെ മുഖം കണ്ടാലറിയാം അവൻ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. ഈ നട്ടപ്പാതിരയ്ക്ക് അവൻ ആ ശബ്ദങ്ങൾ കേട്ട് അവൻ ആ മന്ത്രവാദിയെ കാണാനായിട്ട് പോയതാണ്. അടുത്ത ദിവസം നേരം വെളുത്ത് ജെയിംസ് കണ്ണു തുറന്നു നോക്കുമ്പോ ടെന്റിന് വെളിയിലാകെ ബഹളം. അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അവിടെയുള്ള മരത്തിലാകെ ആരോ വിച്ച് ക്രാഫ്റ്റ് ഹാങ് ചെയ്തിരിക്കുകയാണ്. അവർ ഓരോരുത്തർക്കും ഓരോരോ വിച്ച് ക്രാഫ്റ്റ് വീതമുണ്ട്. ഇത് കണ്ടതോടെ എല്ലാവരും ആകെ ഭയന്നുപോയി. കണ്ടിട്ട് ഇതത്ര നല്ല കാര്യമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാന്നും പറഞ്ഞ് എല്ലാവരും പാക്ക് ചെയ്യാൻ തുടങ്ങി. ലെയ്നും പിന്നെ നായികയും ഓടി നടന്ന് ആ വിച്ച് ക്രാഫ്റ്റിന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ജെയിംസിന്റെ മുഖത്ത് ആകെ സങ്കടമാണ്. ഇത്ര ദൂരം വന്നിട്ട് അവന്റെ സഹോദരിക്ക് എന്ത് പറ്റിയെന്ന് കണ്ടെത്താൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. പാതി വഴി ഇട്ടിട്ട് പോവാണ്. അവരെങ്ങനെ തിരിച്ച് കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് എല്ലാവരും ആകെ കൺഫ്യൂസ്ഡ് ആണ്. അവര് രാവിലെയാണെന്നും പറഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോ ഉച്ചതിരിഞ്ഞ് 2 മണിയായി. എങ്ങനെ പോയാലും ഇത്ര നേരം ആരെങ്കിലും ഉറങ്ങോ? അവർക്ക് യാതൊരു പിടുത്തവുമില്ല. അവരങ്ങനെ സംസാരിച്ച ആ കാട്ടിലൂടെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആഷ്ലിയുടെ കാല് ഉളുക്കി. ആ മുറിഞ്ഞ കാല് തന്നെയാണ് ഉളുക്കിയത്. ആഷ്ലിക്ക് ആകെ അത്ഭുതമായി. എന്തുകൊണ്ട് തന്റെ കാല് മാത്രം? എനിക്ക് എന്താ പറ്റിയത്? അവളാകെ സങ്കടത്തിലായി. ഈ നേരത്താണ് നമ്മുടെ നായിക ലെയ്നിന്റെ ബാഗിലെ കയറ് കാണുന്നത്. അവള് പെട്ടെന്ന് തന്നെ ആ കയർ ആ ബാഗിൽ നിന്നെടുത്തു. ഇതേ കയർ കൊണ്ടാണ് ആ വിച്ച് ക്രാഫ്റ്റ് കെട്ടിയിരിക്കുന്നത്. ഇതെല്ലാം ലെയ്നിന്റെ പണിയായിരുന്നു, അവരെ പറ്റിക്കാനായിട്ട്. സംഭവം ഈ കാടിനുള്ളിൽ എന്തോ മിസ്റ്ററി ഉണ്ട്. അത് കണ്ടെത്താനാണ് ലെയ്നും അവന്റെ ഗേൾ ഫ്രണ്ടും ഈ കാട്ടിലേക്ക് വന്നത്. ഇവരെന്തൊക്കെ പറഞ്ഞിട്ടും ജെയിംസും കൂട്ടുകാരും അതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറല്ല. സത്യം പറ, നിങ്ങൾ രണ്ടുപേരും കുടിക്കാനുള്ള വെള്ളത്തിൽ വല്ല ഉറക്ക
ഗുളിയോ എന്തെങ്കിലും കലക്കിയോ? അല്ലാതെ 2 മണി വരെ ഉറങ്ങാൻ പറ്റൂ? ആരെങ്കിലും ഒരാൾ എണീക്കില്ലേ? ഇത് കേട്ടതോടെ അവര് രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ലെയ്നും അവന്റെ ഗേൾഫ്രണ്ടും പിണങ്ങിപ്പോയി. ഈ സമയം പീറ്റർ ജെയിംസിനെ സമാധാനിപ്പിക്കുകയാണ്. അവന് ഇതൊരു ട്രിപ്പ് അല്ല, തന്റെ സഹോദരിയെ തെരഞ്ഞു വന്നതാണ്. അപ്പതേ പിണങ്ങിപ്പോയ 2 പേര് തിരിച്ചു വരുന്നു. അതെ, നിങ്ങളുടെ കയ്യിൽ GPS ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് കൂടി ഒന്ന് തരൂ. ഞങ്ങൾ വഴിതെറ്റിപ്പോയാലേ എങ്ങനെ ഞങ്ങളെ കണ്ടെത്തും? ഇത് കേട്ടതോടെ പീറ്ററിന്റെ കൺട്രോൾ അങ്ങ് പോയി. നിങ്ങൾ ഈ നാട്ടുകാരാണെന്നും പറഞ്ഞല്ലേ ഞങ്ങളോടൊപ്പം വന്നത്? എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാൻ വഴി അറിയത്തില്ലേ? അപ്പോ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കള്ളത്തരായിരുന്നോ? മര്യാദയ്ക്ക് ഓടിക്കോന്നും പറഞ്ഞ് അവിടെ പിടിവലിയായി ബഹളമായി. ലെയ്ൻ താൻ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞ് പരമാവധി അവരുടെ കാല് പിടിച്ചു നോക്കി. കാരണം അവർക്ക് 2 പേർക്കും തിരിച്ചു പോവാൻ വഴി അറിയത്തില്ല. പീറ്റർ പിന്നെ ഒന്നും തന്നെ നോക്കിയില്ല. അവരെ 2 പേരെയും അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. എന്തായാലും ലെയ്ൻ പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ വിച്ച് ക്രാഫ്റ്റും ഫേക്കാണ്. അവര് ഭയക്കുന്ന പോലെ ഈ കാടിനകത്ത് ഒന്നും തന്നെയില്ല. അവര് 4 പേരും തിരിച്ച് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 3 കിലോമീറ്റർ നടക്കണം. അത്രയും അടുത്താണ് അവര് കാടിനുള്ളില് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാ അവരങ്ങനെ നടക്കുന്നു. സമയം ഇരുട്ടായി തുടങ്ങി. 3 കിലോമീറ്ററും കഴിഞ്ഞു. അവിടെ ഒരു കാറും കാണുന്നില്ല. എന്തിനെ അവരിങ്ങോട്ട് വന്ന ആ അരുവി പോലും അവിടെ കാണാനില്ല. GPS ട്രാക്ക് ചെയ്ത് പോയിട്ട് അവരിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും അവർക്ക് പിടുത്തമില്ല. അവരാ വന്ന വഴി തന്നെ നിന്ന് തിരിയാണ്. പിന്നീട് പതിയെ മുന്നോട്ട് നടന്നെങ്കിലും ആ വഴികള് അവർക്ക് മുൻപ് കണ്ടതുപോലെ തോന്നി. അതായത് അവര് കാറിന്റെ അടുത്തേക്ക് നടന്ന് അവസാനം കറങ്ങി തിരിഞ്ഞ് വന്നത് ഇന്നലെ രാത്രി ക്യാമ്പ് ചെയ്ത അതേ സ്ഥലത്തേക്കാണ്. അവർക്ക് 4 പേർക്കും ഈ ഒരു കാര്യം വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ജെയിംസ് ആണെങ്കിൽ കിളി പോയിട്ട് നിൽക്കുക. ഈ സമയം വെറുതെ നിന്നിരുന്ന ആഷ്ലിയുടെ കാല് തന്നെ അവള് താഴേക്ക് വീണു. അല്ല, ആരോ ആഷ്ലിയുടെ കാല് പിടിച്ച് ഒടിക്കുന്നത് പോലെ. ഇതിപ്പോ ആഷ്ലിക്ക് ഒരടി പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ബോയ്ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കും. നീ പേടിക്കണ്ട, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം, നാളെ രാവിലെ പോവാം എന്നൊക്കെ പറഞ്ഞ്. ഇത് കേട്ട ആഷ്ലി ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ലേ, ഞാൻ ഇഴഞ്ഞിട്ടാണെങ്കിലും വന്നോളാം, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ ഒരു വിധത്തില് ജെയിംസ് അവളെ കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കി. ഈ രാത്രി സമയത്ത് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിന് ഭേദം കുറച്ച് റെസ്റ്റ് എടുക്കാം. ഈ ഒരു അവസ്ഥയിൽ എന്തായാലും ആഷ്ലിക്ക് അത്രയും ദൂരം കാട്ടിലൂടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് രാത്രി അവരവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഒരല്പസമയം കഴിഞ്ഞ് പീറ്റർ തന്റെ ഗേൾഫ്രണ്ടിന്റെ മുറിവ് ചെക്ക് ചെയ്ത് നോക്കി. അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട്. പീറ്റർ ആ മുറിവ് ചെക്ക് ചെയ്ത് നോക്കുമ്പോ പെട്ടെന്ന് അതിനുള്ളിൽ എന്തോ അനങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവനൊത്തിരി ഷോക്കായെങ്കിലും ആ മുറിവിനുള്ളിൽ എന്തോ കണ്ടത് അവൻ ആഷ്ലിയോട് പറയില്ല. ഇപ്പോഴേ അവളാകെ പേടിച്ചിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ ഒന്നും അറിയാത്തതുപോലെ ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് ടെന്റിന് പുറത്തേക്ക് ഇറങ്ങി. ഇക്കാര്യം അവൻ ജെയിംസിനോട് പറയുന്നുണ്ട്. ആഷ്ലിയുടെ കാലിൽ എന്തോ അനങ്ങി, അതെന്താന്ന് എനിക്കറിയില്ല. മുറിവ് ഇൻഫെക്ഷനായി അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട്. നീ പേടിക്കണ്ട, ഞാനത് നോക്കിക്കോളാന്ന് പറഞ്ഞ് ജെയിംസ് അവനെ സമാധാനപ്പെടുത്തി. എന്നാൽ ഈ സമയം ലിസ കാടിനുള്ളിലെ വഴി കണ്ടെത്താനായിട്ട് ഡ്രോൺ ക്യാമറ പറത്തി നോക്കി. ഇവർ ഇങ്ങോട്ട് വന്നപ്പോ ക്രോസ് ചെയ്ത ആ അരുവിയോ റോഡോ അങ്ങനെ ഒന്നും തന്നെ കാണുന്നില്ല. ആ കാട് തന്നെ മൊത്തത്തില് മാറിയതുപോലെ ലിസയ്ക്ക് തോന്നി. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല. ആ ഡ്രോൺ ക്യാമറ എന്തിലോ തട്ടി താഴേക്ക് വീണു. അതോ ആരെങ്കിലും തട്ടി താഴേക്കിട്ടതാണോ? എന്തായാലും അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഈ ഒരു സമയം തീ കത്തിക്കാനായിട്ട് വിറകെടുക്കാനായി പീറ്റർ കാട്ടിലേക്ക് പോയി. അവൻ വിറകൊക്കെ എടുത്ത് ഏതാണ്ട് ഈ കാടിനെ മൊത്തത്തിൽ ശപിച്ച് തനിയെ സംസാരിച്ചുകൊണ്ട് ടെന്റിനടുത്തേക്ക് നടക്കുക. എന്നാ പീറ്ററിന്റെ പിന്നാലെ ആരോ നടക്കുന്നത് പോലെ അവന് ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. മരമൊടിയുന്നു, എന്തൊക്കെയോ അലറി വിളിക്കുന്നു. ഈ സമയം പീറ്ററിന്റെ കയ്യിലെ ഫ്ലാഷ് ലൈറ്റ് അങ്ങ് ഓഫായി. അവനാകെ പേടിച്ചുപോയി. അപ്പോഴും അവന് ചുറ്റും ആരോ നടക്കുന്നത് പോലെ ശബ്ദം കേൾക്കാം. എന്നാൽ ഒന്നിനെയും കാണുന്നില്ല. പക്ഷേ ഈ സമയം കാടിനുള്ളിൽ നിന്ന് ആരുടെയോ കരയുന്ന ശബ്ദം കേൾക്കാം. പിന്നെ പറയണ്ടല്ലോ, പീറ്റർ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവൻ ആ ഓടുന്ന ഓട്ടത്തിലെ കയ്യും കാലൊക്കെ നീണ്ടൊരു സാധനത്തെ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ഒരു മരം ഒടിഞ്ഞ് പീറ്ററിന്റെ ദേഹത്തേക്ക് വന്ന് വീണു. ഈ മരം ഒടിയുന്നതും പീറ്ററിന്റെ കരച്ചിലും നായകനും ലിസയും കേട്ടിരുന്നു. ജെയിംസ് പെട്ടെന്ന് തന്നെ കൂട്ടുകാരനെ തെരഞ്ഞ് കാട്ടിലേക്ക് ഓടി. പീറ്ററിനെ വാക്കി ടോക്കി വഴി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പീറ്റർ ദേഹത്തേക്ക് മരം വീണ് അതിനടിയിൽ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. അവനെ കൊണ്ടൊന്ന് അനങ്ങാൻ വയ്യ. മാത്രമല്ല എന്തോന്ന് ആ മരം പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. പീറ്റർ പെട്ടെന്ന് തന്നെ തന്റെ വാക്കി ടോക്കി ഓഫാക്കി മിണ്ടാതെ ഒച്ച വെക്കാതിരിക്കുക. പെട്ടെന്ന് എന്തോ ഒന്ന് പീറ്ററിനെ വലിച്ചഴച്ചോണ്ട് പോയി. അപ്പോഴേക്കും ജെയിംസ് ആ മരത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവിടെ പീറ്ററിനെ കാണുന്നില്ല. അവന്റെ ഫ്ലാഷ് ലൈറ്റ് താഴെ കിടക്കുന്നുണ്ട്. അവൻ കുറെ തവണ വാക്കി ടോക്കി വഴി പീറ്ററിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. യാതൊരു പ്രതികരണവുമില്ല. ഇതേ സമയം മറുവശത്ത് ലിസ ടെന്റിന്റെ വെളിയില് ക്യാമറ സെറ്റ് ചെയ്ത് അവളത് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സമയത്താണ് ആഷ്ലി തന്റെ ബോയ് ഫ്രണ്ടിനെ തെരഞ്ഞ് നായികയുടെ അടുത്തേക്ക് വരുന്നത്. അവൻ വിറകെടുക്കാൻ പോയിരിക്കുക, ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ആഷ്ലിയെ ടെന്റിലേക്ക് കൊണ്ടുപോയി.
പെട്ടെന്നാണ് ജെയിംസ് അങ്ങോട്ട് ഓടി വരുന്നത്. ലിസ പേടിച്ചിട്ട് ജീവൻ അങ്ങ് പോയി. അവൻ നടന്ന കാര്യങ്ങളൊക്കെ നായികയോട് പറയും. കാടിനകത്ത് ഒരു മരം വീണ് കിടന്നിരുന്നു, പീറ്ററിനെ കാണാനില്ല, ഈ ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അവര് രണ്ടുപേരും പീറ്റർ അലറിക്കരയുന്നത് കേട്ടതായിരുന്നു. രണ്ടുപേർക്കും ഇനി എന്താ ചെയ്യണമെന്നറിയില്ല. അവന്റെ കയ്യില് GPS ഉണ്ട്, വാക്കി ടോക്കി ഉണ്ട്. അവൻ എന്തായാലും തിരിച്ചു വരും, നമുക്ക് വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞ് ലിസ നായകനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം കാടിനുള്ളിൽ നിന്ന് ആരോ വിറകൊടിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. കാട്ടിലൂടെ ആരോ ഓടുന്ന ശബ്ദം അവർക്ക് കേൾക്കാം. ചിലപ്പോ അത് പീറ്റർ ആണെങ്കിലോ? അവർ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പീറ്ററിനെ വിളിച്ചു നോക്കി. കാടിനുള്ളിൽ നിന്ന് വിറകൊടിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. ഇവരത് പീറ്റർ ആണെന്ന് കരുതി നിൽക്കുമ്പോ ദേ കാടിനുള്ളിൽ നിന്ന് ഉച്ചയ്ക്ക് പിണങ്ങിപ്പോയ ലെയ്നും അവന്റെ ഗേൾഫ്രണ്ടും. അവരെ കണ്ട് മറ്റു രണ്ടുപേരും ആകെ ഷോക്കായി. അവരോട് എന്ത് പറയണോന്നറിയില്ല. ലെയ്ൻ ആണെങ്കില് ജെയിംസിനെയും നായികയും കണ്ട് പേടിച്ചാണ് സംസാരിക്കുന്നത്. അവൻ ഗേൾഫ്രണ്ടിനോട് പറയും, നമുക്ക് പോവാം, ഇത് അവരല്ല, ഇത് ട്രിക്കാണ്. അവൻ ജെയിംസിനോട് ചോദിക്കും, ഞങ്ങളെ എപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത്? അതിന് ലിസ പറയും, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. അത് കേട്ടതോടെ ലെയ്ൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ലെയ്ൻ പറയുന്നത് അവർ ഈ കാടിനകത്ത് പെട്ടിട്ട് ഇന്നേക്ക് 5-6 ദിവസങ്ങളായി. എന്നാൽ ലിസ പറയുന്നത് ഇന്ന് വൈകിട്ട് 2 മണിക്കാണ് അവരെ അവസാനമായിട്ട് കണ്ടത്. ഈ ഒരു കാര്യം കേട്ട് ജെയിംസും ലിസയും ഒരുപോലെ തരിച്ചു നിൽക്കുക. അവര് പറയുന്നത് വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. കാരണം അവരുടെ രൂപം കണ്ടിട്ട് കാടിനുള്ളില് ഫുഡില്ലാതെ അലഞ്ഞു തിരിഞ്ഞതുപോലെയാണ്. അവരുടെ കയ്യിലാണെങ്കിൽ ബാഗും സാധനങ്ങളും ഒന്നും തന്നെ ഇല്ല. അതായത് ഈ കാടിനകത്ത് ടൈം മാറുന്നില്ല, പകലില്ല, രാത്രി മാത്രമേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് പോണം, ഇതാ പ്രേതത്തിന്റെ ട്രിക്കാണെന്ന് പറഞ്ഞ് ലെയ്ൻ തന്റെ ഗേൾഫ്രണ്ടിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. ടാലിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അവള് ലിസയോട് കുറച്ച് ഫുഡ് ചോദിക്കും. പിന്നെ ലെയ്നും ഗേൾഫ്രണ്ടും തമ്മിൽ പിടിവലിയായി. ലെയ്ൻ തന്റെ ഗേൾഫ്രണ്ടിനെ അവിടെ വിട്ടിട്ട് എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞ് അലറിക്കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് ലിസയ്ക്കും നായകനും യാതൊരു പിടിയില്ല. പിന്നെ ഒരു വിധത്തില് ടാലിയെ സമാധാനിപ്പിച്ച് അവൾക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുത്തു. അന്ന് രാത്രി എത്ര ശ്രമിച്ചിട്ടും ജെയിംസിനും ലിസയ്ക്കും ഉറക്കം വന്നില്ല. പീറ്റർ അവൻ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞതും ലിസയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഇന്നലെ അവര് ഉച്ചയ്ക്ക് 2 മണിക്കല്ലേ എണീറ്റത്. അതുകൊണ്ട് ലിസ തന്റെ ഫോണില് അലാം സെറ്റ് ചെയ്തിരുന്നു രാവിലെ 7 മണിക്ക്. അവർ ആ ഫോൺ എടുത്ത് നോക്കുമ്പോ സമയം രാവിലെ 7 മണി. എന്നാൽ ടെന്റിന് വെളിയിലേക്ക് നോക്കുമ്പോ ഇപ്പോഴും രാത്രിയാണ്, കൂരാകൂരിട്ടാണ്. മാത്രമല്ല ടെന്റിന് വെളിയിലെ കുറെ കല്ലുകള് പെറുക്കി കൂട്ടി വെച്ചിരുന്നു. അവിടെയുള്ള മരങ്ങള് നിറയെ വിച്ച് ക്രാഫ്റ്റ് ഹാങ് ചെയ്തിരുന്നു. അതൊരിക്കലും ലെയ്ൻ ഉണ്ടാക്കിയതുപോലെ ഫേക്കായ വിച്ച് ക്രാഫ്റ്റ് ആയിരുന്നില്ല. ആ മന്ത്രവാദിനി അവരെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അവരെ ടെന്റിന് വെളിയിലുണ്ടായിരുന്ന ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുന്നു, അതും വർക്ക് ചെയ്യുന്നില്ല, ക്യാമറ ഡെഡായി. ഈ സമയം ആ വിച്ച് ക്രാഫ്റ്റ് കണ്ട് ടാലിയ പേടിച്ച് കരയാൻ തുടങ്ങി. നമുക്ക് പോവാം, അവള് നമ്മളെ കൊല്ലും. ജെയിംസ് അവളെ സമാധാനിപ്പിക്കുക, നീ പേടിക്കണ്ട, നമുക്ക് പോവാം, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ. ഈ സമയം ആഷ്ലിയെ കണ്ട് ടാലിയ പേടിച്ച് നിലവിളിച്ച് കരയുക, വെറുതെ കിടന്ന് പേടിക്കുക. എന്നാൽ ആഷ്ലി ആണെങ്കിൽ തന്റെ ബോയ് ഫ്രണ്ടിനെ കാണാത്ത ദേഷ്യത്തിലാണ്. അവള് ടാലിയോട് ഒത്തിരി ചൂടായി. എന്റെ പീറ്റർ എവിടെ? നീ അവൻ എന്താ ചെയ്തേ? ഇതൊക്കെ നിന്റെ പണിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ആ വിച്ച് ക്രാഫ്റ്റ് വലിച്ചു പറിച്ചെടുത്തു. എന്നാൽ ടാലിയ ആ വിച്ച് ക്രാഫ്റ്റില് തന്റെ മുടി കണ്ടാകെ പേടിച്ച് കരയാൻ തുടങ്ങി. ഇതെന്റെ മുടിയാണെന്നും പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ അലറി കരയുന്നുണ്ട്. ഇത് കണ്ട് ആഷ്ലിക്ക് നല്ലതുപോലെ ദേഷ്യം വന്നു. ഇതെല്ലാം നിന്റെ പണിയല്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോന്നും പറഞ്ഞ് ആ വിച്ച് ക്രാഫ്റ്റ് എടുത്ത് ഒടിച്ചു നുറുക്കി. അതേ നിമിഷം തന്നെ ടാലിയ ഒടിഞ്ഞു നുറുങ്ങി താഴേക്ക് വന്ന് വീണു. അവള് മരണപ്പെട്ടു. ഈ ഒരു കാഴ്ച കണ്ട് അവര് 3 പേരും മരണഭയത്തിൽ അലറിക്കരയാണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തമില്ല. അടുത്ത നിമിഷം തന്നെ അവരുടെ ടെന്റില്ലേ അതങ്ങ് പറന്നു തെറിച്ച് മുകളിലേക്ക് പോയി. പിന്നെ പറയണ്ടല്ലോ, 3 പേരും എന്റെ അമ്മയെന്നും പറഞ്ഞ് ജീവനും കൊണ്ട് ആ കാട്ടിലൂടെ ഓടി. 3 പേരും 3 വഴിക്കായി കൂട്ടം തെറ്റിപ്പോയി. പിന്നെ ഒരു വിധത്തിലെ ജെയിംസ് നായികയെ കണ്ടെത്തി. എന്നാ ആഷ്ലിയെ കാണാനില്ല. ഈ സമയം ആഷ്ലി ആ വയ്യാത്ത കാലും വെച്ച് നടക്കാനാവാതെ തന്റെ മുറിവ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അവൾ എങ്ങനെയൊക്കെയോ ആ മുറിവിൽ നിന്ന് ഒരു മുള്ളു പോലെ എന്തോന്ന് പുറത്തേക്ക് എടുത്തു. അതും ഒരു കൂടോത്രാണ്. അതുകൊണ്ടാണ് ആഷ്ലി നടക്കുമ്പോ എല്ല് പൊട്ടുന്നത് പോലെ ശബ്ദം കേട്ടിരുന്നത്. മറുവശത്ത് ജെയിംസും ലിസയും ആഷ്ലിയെ തെരഞ്ഞു നടക്കുക. ഈ സമയം അവർക്ക് ആ വാക്കി ടോക്കിയിലെ പീറ്ററിന്റെ ശബ്ദം കേൾക്കാം. പക്ഷേ അവൻ വ്യക്തമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ആ വാക്കി ടോക്കിന്ന് കേട്ട ശബ്ദങ്ങൾ കേട്ട് ലിസ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. അവൾക്ക് കുറച്ചു നേരത്തേക്ക് മൈൻഡ് ബ്ലാക്ക് ഔട്ട് ആയി. അവളെ ആരോ കൺട്രോൾ ചെയ്യുന്നത് പോലെ. ജെയിംസ് പറയുന്നതൊന്നും അവൾക്ക് കേൾക്കാൻ വയ്യ. ലിസയ്ക്ക് അവളെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ജെയിംസ് ഒരു വിധത്തില് കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി. ഇപ്പോ കാടിനകത്ത് തന്റെ ബോയ് ഫ്രണ്ടിനെ തെരഞ്ഞു നടക്കുന്ന ആഷ്ലി ഒരു മരത്തിന്റെ മുകളിലെ തകർന്നു വീണ ഡ്രോൺ ക്യാമറ കണ്ടെത്തി. എന്നെ കൊണ്ട് പറ്റും, ഞാൻ പീറ്ററിനെ കണ്ടെത്തുന്നു പറഞ്ഞ് ആ വയ്യാത്ത കാലം വെച്ച് ആഷ്ലി ആ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ ക്യാമറ കയ്യെത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് നീണ്ടൊരു കൈ വന്ന് ആഷ്ലിയെ ആ മരത്തിൽ നിന്ന് തള്ളി താഴേക്കിട്ടു. അവളെ അത് വലിച്ചുകൊണ്ടുപോയി. ജെയിംസും നായികയും ഇപ്പോഴും ആഷ്ലിയെ തെരഞ്ഞു നടക്കുക.
എന്നാ അവര് മുന്നോട്ട് നടക്കുന്തോറും പതിയെ പതിയെ ആ കാടിനകത്ത് മഴ പെയ്യാൻ തുടങ്ങി. കാടിന്റെ ഒരു ഭാഗത്ത് മാത്രം നല്ല ശക്തിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കാടാണോ അതോ നരകമാണോ? നോക്കുമ്പോഴേ ആ കാടിനുള്ളിലെ ആ പ്രേത വീട്. അവർക്ക് രണ്ടുപേർക്കും ഇക്കാര്യം വിശ്വസിക്കാനേ വയ്യ. ജെയിംസിന് ആ വീട് കണ്ട് പേടിയല്ല തോന്നിയത്, അവൻ ഒത്തിരി സന്തോഷായി. എന്റെ ചേച്ചി ഈ വീടിനകത്ത് കാണും, ഞാൻ അവസാനം ആ വീട് കണ്ടെത്തി. നായികയാണെങ്കില് ജെയിംസ് ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് കേട്ട് പേടിച്ച് കരയ. അല്ല, ഈ വീട് സത്യമല്ല, ഇതൊരിക്കലും സത്യമല്ല, ഞാൻ ആ വീട്ടിലേക്ക് വരില്ല, അത് നിന്റെ സഹോദരിയല്ല എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ജെയിംസിന് ആ വീടിനുള്ളിൽ നിന്ന് തന്റെ സഹോദരിയുടെ കരച്ചിൽ കേൾക്കാം. എനിക്ക് അകത്തേക്ക് പോണം, അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ലിസ അവനെ വിടാതെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. പോവല്ലേ പോവല്ലേ. അവൻ ലിസ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല. എനിക്ക് പോണോന്ന് പറഞ്ഞ് ജെയിംസ് ആ വീടിനകത്തേക്ക് ഓടിപ്പോയി. ലിസ അവിടെ തനിച്ചായി. അവൾക്ക് ആ വീടിനകത്തേക്ക് പോവാനും വയ്യ, ആ കാടിനകത്ത് തനിച്ച് നിൽക്കാനും വയ്യ. ഇവിടെ ജെയിംസ് ആ വീടിനകത്ത് തന്റെ സഹോദരിയെ തെരയുന്നുണ്ട്. ഓരോരോ മുറികളും തുറന്നു നോക്കുമ്പോഴേ ഒരു മുറിയില് പീറ്റർ മഴ നനഞ്ഞ് കുതിർന്ന് ഒരു മൂലയ്ക്ക് നിൽക്കാണ്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ജെയിംസ് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോഴോ പീറ്ററിനെ ആ മുറിയിൽ കാണാനില്ല. ഇപ്പോ ആ വീടിന്റെ ആറ്റിക്കിൽ നിന്ന് ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കാം. അവൻ ഓടിപ്പെടഞ്ഞ് മുകളിലേക്ക് എത്തി. ആ ഇടനാഴിയില് ഒരു പെൺകുട്ടി ഓടിപ്പോകുന്നത് ജെയിംസ് കാണുന്നുണ്ട്. അത് ഹെദർ ആണോ അതോ പ്രേതാണോന്ന് അവൻ അറിയില്ല. അതും 2-3 തവണ അവൻ ആ വീടിനകത്ത് ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. പിന്നാലെ ഓടിച്ചെന്ന് നോക്കുമ്പോ അവരെ കാണാനില്ല. ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ നിന്ന് വാനിഷായി പോവാണ്. ഇവിടെ നായിക ആ പെരുമഴയത്ത് എന്ത് ചെയ്യണോന്നറിയാതെ താളം ചവിട്ടി നിൽക്കുക. എന്തോ ശബ്ദം കേട്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോ ഇവർ ഈ കാടിന്റെ ബോർഡറില് ഒരു കത്തിക്കരിഞ്ഞ മരം കണ്ടിരുന്നില്ലേ, അതിപ്പോ ഈ പ്രേത വീടിന് മുന്നിലാണ്. അവൾ ആ മരം കണ്ട അന്തം വിട്ടു നിൽക്കുമ്പോ കാടിനുള്ളിലെ കയ്യും കാലൊക്കെ നീണ്ടൊരു രൂപം. പിന്നെ പറയണ്ടല്ലോ, ആ വീടിനകത്തേക്ക് കയറില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചു നിന്നിരുന്ന ലിസ ജെയിംസിനെ വിളിച്ചുകൊണ്ട് ആ വീടിനകത്തേക്ക് ഓടിക്കേറി. ഇപ്പോ വീടിനുള്ളിലെ ബേസ്മെന്റിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അത് ജെയിംസ് ആണെന്ന് കരുതി ലിസ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അത് ലെയ്നാണ്. മുടിയും താടിയൊക്കെ വളർന്ന് ഒരു ഭ്രാന്തനെ പോലെ അവൻ ലിസയ്ക്ക് നേരെ അലറാൻ തുടങ്ങി. റസ്റ്റിൻ, അവൻ ചെയ്തതാണ് ശരി, അവള് പറയുന്നത് നീ കേട്ടേ പറ്റൂന്നും പറഞ്ഞ് ലെയ്ൻ നായികയുടെ തലക്കടിച്ച് വീഴ്ത്തി. അവളെ ബേസ്മെന്റിലെ ഒരു ബോക്സിനകത്ത് പൂട്ടിയിടാണ്. ലിസ എങ്ങനെയെങ്കിലും ആ ഡോറ് തുറന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളെ കൊണ്ട് ആ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ആ ബോക്സിനകത്ത് തന്നെ 2-3 ഭാഗത്തേക്ക് തുരങ്കമുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് കഷ്ടിച്ച് അതിനകത്ത് കൂടി പോവാം. അവള് പിന്നെ ഒന്നും നോക്കിയില്ല. ആ തുരങ്കത്തിനുള്ളിലൂടെ വളരെ കഷ്ടപ്പെട്ട് ഇഴഞ്ഞു നീങ്ങി പോവാൻ തുടങ്ങി. എന്നാൽ പകുതി എത്തിയപ്പോഴേക്കും ലിസ ഒരു ഭാഗത്ത് സ്റ്റക്കായി. അവളെ കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല, പിറകിലേക്ക് നീങ്ങാൻ കഴിയുന്നില്ല. അവൾ അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇല്ല, ഞാൻ സ്റ്റക്കായിട്ടില്ല, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് അവൾ എങ്ങനെയൊക്കെയോ മുന്നോട്ട് നീങ്ങി. ഈ സമയത്ത് ആ തുരങ്കത്തിനുള്ളിൽ നിന്ന് ലിസയ്ക്ക് തന്റെ പിന്നിൽ നിന്ന് എന്തോ പാഞ്ഞു വരുന്നത് പോലെ ശബ്ദം കേൾക്കാം. ലിസ ആകെ വെപ്രാളപ്പെട്ട് ഇഴഞ്ഞു നീങ്ങി തുരങ്കത്തിന്റെ മറുവശത്തെത്തി. ചുമരൊക്കെ മാന്തി പൊളിച്ച് അവള് പുറത്തേക്ക് രക്ഷപ്പെട്ടു. അപ്പോഴും ആ തുരങ്കത്തിനുള്ളിൽ നിന്ന് ആ പ്രേതത്തിന്റെ അലർച്ച കേൾക്കാം. അവള് പെട്ടെന്ന് തന്നെ ഒരു മേശ വലിച്ചിട്ട് ആ തുരങ്കം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ നേരത്താണ് ലെയ്ൻ അങ്ങോട്ട് പാഞ്ഞു വന്ന് അവളെ ആക്രമിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ലിസ തന്റെ കയ്യിലെ കത്തി വെച്ച് അവന്റെ കഴുത്തിലേക്ക് കുത്തി. ലെയ്ൻ അവിടെ മരിച്ചു വീണു. ഇപ്പോ ലെയ്ൻ ചെയ്തോണ്ടിരിക്കുന്നത് ആ മന്ത്രവാദിനി പറഞ്ഞതനുസരിച്ച് മനുഷ്യരെ സാക്രിഫൈസ് ചെയ്തോണ്ടിരിക്കുക, ആ സീരിയൽ കില്ലർ റസ്റ്റിൻ ചെയ്തതുപോലെ. അപ്പോഴേക്കും ആ തുരങ്കത്തിനുള്ളിൽ നിന്ന് ഒരു കൈ അങ്ങനെ നീണ്ടു വന്നു. പേടിച്ച് അലറിക്കൊണ്ട് ലിസ മുകളിലേക്ക് ഓടി. ആറ്റിക്കിലെ ഒരു മുറിക്കുള്ളിലെ ഡോറ് ലോക്ക് ചെയ്ത് ഒളിച്ചിരിക്കുകയാണ്. ഈ നേരത്താണ് മറ്റൊരു ഡോറ് തള്ളി തുറന്നുകൊണ്ട് ജെയിംസ് ആ ആറ്റിക്കിലേക്ക് ഓടി വരുന്നത്. അവൻ ലിസയെ കണ്ടല്ല ഷോക്കായത്. അവൻ എങ്ങനെ ഈ ഒരു ആറ്റിക്കിൽ എത്തിയെന്ന് ജെയിംസിന് യാതൊരു പിടുത്തവുമില്ല. ഈ സമയം വെളിയിൽ നിന്ന് ഒരു വെളിച്ചം ആറ്റിക്കിലേക്ക് വരുന്നുണ്ട്. അതൊരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇല്ലാതായി. അതായത് ഈ ഒരു സെക്കൻഡിൽ കണ്ട ആ വെളിച്ചമാണ് ഈ കാട്ടിലെ ഒരു പകല്. ഇവിടെ രാത്രി മാത്രമേ ഉള്ളൂ. ആ മന്ത്രവാദിനി ഈ കാടിനെ മാത്രമല്ല സമയത്തെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. എപ്പ പകലാവണം എപ്പ രാത്രിയാവണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ മന്ത്രവാദിനിയാണ്. അവരിതൊക്കെ കണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ പകച്ചു നിൽക്കുക. അപ്പോഴേക്കും ആ ഡോറൊക്കെ തല്ലി പൊളിച്ച് കയ്യും കാലൊക്കെ നീണ്ട് ആ മന്ത്രവാദിനിയുടെ പ്രേതം ആറ്റിക്കിലേക്ക് വന്നു. ജെയിംസ് പെട്ടെന്ന് തന്നെ ലിസയെ പിടിച്ചു വലിച്ചുകൊണ്ട് ആറ്റിക്കിന്റെ ഒരു മൂലയ്ക്ക് ചെന്ന് നിന്നു. കണ്ണടക്കി നീ അവളെ നോക്കല്ലേ, അവൾ ഒരിക്കലും നമ്മളെ ഒറ്റയടിക്ക് കൊല്ലത്തില്ല. മനുഷ്യരെ ഒരു വലിയായിട്ട് മാത്രമേ അവള് സ്വീകരിക്കുള്ളൂ. രണ്ടുപേരും പേടിച്ച് കരഞ്ഞ് ഒരു മൂലയ്ക്ക് മിണ്ടാതെ നിൽക്കുക. ഈ സമയം ജെയിംസിന് തന്റെ സഹോദരിയുടെ ശബ്ദം കേൾക്കാം. ആ ശബ്ദങ്ങള് അവന് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, ലിസയ്ക്ക് കേൾക്കാൻ വയ്യ. ജെയിംസ്, നീ ആരോടെ ഈ സംസാരിക്കുന്നേ? ജെയിംസ് അത് തന്റെ സഹോദരിയാണെന്ന് കരുതി പിന്നിലേക്ക് നോക്കി. അപ്പൊ തന്നെ അവന്റെ തലയിലെ ശക്തിയായിട്ട് ഒരു ഇടി വന്നു വീണു. ഇത് കണ്ട് ലിസ നിലവിളിച്ച് കരയാണ്.
അവൾക്ക് തിരിഞ്ഞു നോക്കാനും വയ്യ, ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടാനും വയ്യ. അവള് ക്യാമറ വഴി നോക്കുമ്പോ ആ വിച്ചിന്റെ പ്രേതം ആറ്റിക്കിൽ തന്നെയുണ്ട്. ഈ കണ്ണടച്ച് പിടിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ചോദിച്ചാല് ഒരിക്കലുമില്ല. ഒരാൾക്ക് എത്ര നേരം കണ്ണടച്ച് പിടിച്ചിങ്ങനെ നിൽക്കാൻ പറ്റും? ഈ നേരത്ത് അവൾക്ക് പിന്നിൽ നിന്ന് ജെയിംസിന്റെ ശബ്ദം കേൾക്കാം. ലിസ, ഐ എം സോറി, എന്നെ നോക്ക്. ജെയിംസ്, ഇത് നീയാണോ? അവള് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അങ്ങനെ തന്നെ ലിസയുടെ തലയ്ക്ക് ആരോ അടിച്ചു വീഴ്ത്തി. ആ ക്യാമറ താഴേക്ക് വന്ന് വീണു. ഈ ഒരു സീനോടെയാണ് ബ്ലെയർ വിച്ചിന്റെ ഫൈനൽ പാർട്ട് അവസാനിക്കുന്നത്. ഇവരെയെല്ലാം കൊല്ലുന്നത് ബ്ലെയർ വിച്ചിന്റെ പ്രേതം തന്നെയാണ്. ആ പ്രേതം ഈ കാടും മനുഷ്യന്റെ മനസ്സിനെ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്, സമയത്തെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവർ ഈ കാടിനകത്ത് വിറകൊടിക്കുന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നില്ലേ? അത് ടൈം ഷിഫ്റ്റ് ചെയ്യുന്ന ശബ്ദങ്ങളാണ്. ഈ കാട് തന്നെ മറ്റൊരു ടൈമിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അതായത് ഇവരറിയാതെ തന്നെ അവര് മറ്റൊരു ടൈം ലൈനിലേക്ക് ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ കാടിനകത്ത് മനുഷ്യരുടെ കരച്ചിൽ കേട്ടിരുന്നത്. അവരെല്ലാവരും തന്നെ ആ മന്ത്രവാദിനി കൊലപ്പെടുത്തിയ ആളുകളാണ്. അവര് ഡിഫറെന്റ് ടൈം ലൂപ്പില് പെട്ടുകിടക്കുന്നതായിരിക്കാം. പിന്നെ ലെയ്നും അവന്റെ ഗേൾഫ്രണ്ടും ഈ കാട്ടിലേക്ക് വന്നതും അവർ ആ ഫൂട്ടേജ് കണ്ടെത്തിയതും അവരത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതും എല്ലാം ആ വിച്ച് അവരോട് പറഞ്ഞതനുസരിച്ചാണ്. എന്തിന്? ജെയിംസിനെയും കൂട്ടുകാരെയും ഈ കാട്ടിലേക്ക് കൊണ്ടുവരാൻ. കാരണം ആ മന്ത്രവാദിനിക്ക് മനുഷ്യരെ ബലിയായിട്ട് വേണം, അവരെ സാക്രിഫൈസ് ചെയ്യണം. സത്യത്തിലെ നമ്മൾ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ആ ഫൂട്ടേജ് അത് ഫ്യൂച്ചറിലെ ലിസ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്ത് കണ്ണാടിയിലെ ജെയിംസ് തന്റെ സഹോദരിയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഹെദറും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടൈം ലൂപ്പിൽ പെട്ടുകിടക്കുന്നുണ്ടാവും. ആ മന്ത്രവാദിനിക്ക് ആളുകളെ ഈ കാടിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് കാടിന് വെളിയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ടൈം ട്രാവൽ ചെയ്ത് ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്താണ് ആ പ്രേതം തന്റെ ഇരയെ പിടിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്